റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം എന്തെന്നറിയോ? വേദന. വേദന ഇല്ലാതെ ഏതെങ്കിലും സർജറി ഉണ്ടോ? എന്നാ ഉണ്ട്. നമ്മുടെ PRS-ൽ നമ്മളോടിപ്പോൾ ഉള്ളത് വിഷ്ണു ആർ ഉണ്ണിത്താൻ സാറാണ്. സർ, നമ്മൾ ഈ നീ റീപ്ലേസ്മെന്റ് തെറാപ്പി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് നടക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ശരിക്കും ഉള്ളയാണോ? നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ എണീച്ച് നീക്കാം, അന്നോ പിറ്റേന്നോ നടക്കാം. എന്ന് വെച്ചാൽ ടോട്ടലി പെയിൻ ഫ്രീ ആണെന്നല്ല, പെയിൻ കൺട്രോൾ ചെയ്യാം. പണ്ടത്തെ പോലെ ഒത്തിരി പെയിൻഫുൾ ആയിരിക്കുകയില്ല, പക്ഷെ പെയിൻ കൺട്രോൾ ടോട്ടലി പെയിൻ ഫ്രീ എന്നല്ല, വേരീസ് വിത്ത് സെർട്ടൈൻ പെയിൻ എപ്പോഴും ഉണ്ടാവും. സോ നമ്മുടെ PRS ഹോസ്പിറ്റലിൽ എന്തൊക്കെ അഡ്വാൻസ്ഡ് സംവിധാനമാണ് ഈ സർജറിക്ക് ഒരുക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ടാണ് നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആൾക്ക് ഇപ്പം അവരുടെ ഏജ്, അവരുടെ നീയുടെ തേയ്മാനം, മറ്റ് കണ്ടീഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഇനി ബാക്കിയെല്ലാ നോൺ ആർത്രോപ്ലാസ്റ്റി ജോയിന്റ് റീപ്ലേസ്മെന്റ് അല്ലാത്ത ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഫെയിലായി, നൗ ഹി ഓർ ഷീ നീഡ്സ് എ റീപ്ലേസ്മെന്റ് എന്ന സ്റ്റേജ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒപ്റ്റിമൈസേഷൻ നമ്മൾ പ്ലാൻ ചെയ്യാണ്. നീ റീപ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യണം, അവരോട് സംസാരിക്കുന്നു, നീ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ കൊടുക്കുന്നു, അവർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രീ റീഹാബിലിറ്റേഷൻ, അപ്പോൾ അവരുടെ നീ സ്ട്രെങ്തൻ ചെയ്യുന്നു. നീ പ്രീ റീഹാബിലിറ്റേഷൻ മൂലം നീ സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നീ മസിൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. പോസ്റ്റ് ഓപ്പ് സർജറിക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷനും മൂവ്മെൻറ്റും പെയിനും ബെറ്ററാണ്. പിന്നെ രണ്ടാമത് നമ്മൾ വൈറ്റൽസ് ഒപ്റ്റിമൈസേഷൻ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡയബറ്റിക് കൺട്രോൾ അങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നു. മൂന്നാമത് അനസ്തീഷ്യയായിട്ടുള്ള ക്ലോസ് കോർഡിനേഷനാണ്. അപ്പം നമ്മൾ സർജിക്കൽ അനസ്തീഷ്യ കൂടാതെ മൾട്ടിപ്പിൾ പെയിൻ മൊഡാലിറ്റീസ് ഉണ്ട്. അത് സെർട്ടൈൻ റീജിയണൽ ബ്ലോക്ക്, നെർവ് ബ്ലോക്ക്, ഇതൊക്കെ കൊടുത്തു കഴിയുമ്പം നമ്മൾ ഇപ്പം മൾട്ടി പ്രോങ് ആയിട്ട് നമ്മൾ പെയിൻ മാനേജ് ചെയ്യുമ്പം യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി തന്നെ അവർക്ക് സർജറി ചെയ്തതിന് അന്ന് തന്നെ എണീച്ച് നിൽക്കാം, പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെ നടക്കാം. പെയിനാണ് ഏറ്റവും ഒരു റെസ്ട്രിക്റ്റീവ് ഫാക്ടർ. അപ്പം പോസ്റ്റ് ഓപ്പറേറ്റീവ് റീജിയനിൽ പെയിൻ ഇല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എയർലി ആയിരിക്കും, റിക്കവറി എയർലി ആയിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ കംസ് ഇൻ ടു പ്ലേ. നമ്മുടെ ന്യൂട്രീഷൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളത്. അപ്പം ന്യൂട്രീഷനിൽ നമ്മളതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ്, അവരുടെ എപ്പോഴും ഒരു അപ്രിഹെൻഷൻ ആയിരിക്കും, നീ ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവുമോ നടക്കുമോ. അപ്പം അത് നമ്മൾ അതിൻ്റെ നെസസിറ്റി ഉള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ കൗൺസിലിംഗും വേണ്ടി വന്നേക്കും. താങ്ക് യു സാർ. നമ്മൾ ഈ മുട്ടുവേദന വെച്ച് ഇനി അതേ കാലം മാത്രം നമ്മൾ വേദനിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്നുണ്ടെങ്കിലും നമ്മുടെ PRS ഹോസ്പിറ്റൽ നിങ്ങളോടൊപ്പം ഉണ്ട്.